ഹായ്, ഐ ആം ബ്രെൻഡോ. ഇന്ന് നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ വേണം. നമ്മളിപ്പോൾ ട്രാവലിംഗ് കൂടുതലായതുകൊണ്ട് വീട്ടിൽ പല സമയത്തും കാണുന്നില്ല. അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മളില്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീടൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് 2 CCTV ക്യാമറ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും അതിൻ്റെ അൺബോക്സിങ്ങുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരിക. അപ്പോൾ ഇത് MIയുടെ CCTV ക്യാമറയാണ്. 2600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഓൺലൈൻ ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കോൺഫിഗറേഷനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഞാൻ അൺബോക്സ് ചെയ്ത് ഞാൻ വീട്ടിലിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അൺബോക്സ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് പെട്ടെന്ന് അൺബോക്സിങ്ങിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ബോക്സിലെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഫിഗർ കാണുന്ന പോലെ ഇത് 360 ആണ്, ഫുൾ HD ആണ്, നൈറ്റ് വിഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ബാക്കിലെ സ്പീക്കറൊക്കെ സൗണ്ട് വരും. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫോൺ ഉപയോഗിച്ച് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു വൈഫൈ ഒരു കണക്ഷൻ മാത്രം മതി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കറണ്ടിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് പഠിക്കുക. വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെയാണ്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു ചാർജർ വന്നിട്ട് ഒരു USB കേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കറണ്ടിൽ പ്ലഗ് ചെയ്യുക, ഈ കേബിൾ എടുത്തത് ഇതിൽ കണക്ട് ചെയ്യുക. അത്ര സിമ്പിളാണ് സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പീക്കറാണ്. അതായത് നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കർ കൂടെ സൗണ്ട് പുറത്തേക്ക് വരും. പിന്നെ ഫ്രണ്ടിലത്തെ ക്യാമറ ഇത് 360 ഇങ്ങോട്ട് റൊട്ടേറ്റ് ആവും, രണ്ട് സൈഡിലേക്കും മുകളിലേക്കും താഴേക്കും 360 നമുക്ക് റൊട്ടേറ്റ് ആവും. വളരെ സിമ്പിളായിട്ടുള്ള സാധനം. അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാളിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് ടിൽറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിലാണ് മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 64 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു 16 GB മെമ്മറി കാർഡാണ്. അപ്പോൾ മെമ്മറി കാർഡ് ഫസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ മെമ്മറി കാർഡ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. മെമ്മറി കാർഡ് ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ചു. അപ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടറിലൊന്നും അധികം ബലം കൊടുക്കാൻ പാടില്ല. ഇതിൽ കൈകൊണ്ട് തൊടാനേ പാടില്ല. അപ്പം അതിൻ്റെ അകത്തേക്ക് മോട്ടർ കംപ്ലൈൻ്റ് ആവും. പിന്നെ അതിൻ്റെ ബോക്സിൽ അടുത്ത് വന്നിരിക്കുന്ന ഇത് നമ്മൾ വാളിൽ സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ കാല് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുക. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡാറ്റ കേബിള് അത്യാവശ്യം ലെങ്ത് ഉള്ള കേബിളിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചാർജറിലൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പ്ലഗ് പോയിൻ്റ് അടുത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു USB പവർ ബാങ്കാണ് എടുത്തിരിക്കുന്നത്. MIയുടെ തന്നെ ഒരു 20,000 mAh ഒരു പവർ ബാങ്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവിടെ ഒരു യെല്ലോ ലൈറ്റാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. യെല്ലോ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഓണായി വരുമ്പോൾ തന്നെ അത് 2 സൈഡിലേക്കും നോക്കി മുകളിലേക്കും താഴേക്കും നോക്കിയിട്ട് വെയിറ്റിംഗ് ഫോർ കണക്ഷൻ. അപ്പോൾ നമ്മളിത് ഫസ്റ്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഇതിൻ്റെ MIയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പിൽ ജസ്റ്റ് സിമ്പിളാണ്. ആ QR കോഡിൻ്റെ ഒരു പിക്ചർ വരും. അത് ജസ്റ്റ് ഈ ക്യാമറയുടെ ഫ്രണ്ട് വെച്ചൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ഷനായി. നിന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ, നീ ഒന്ന് അടങ്ങ്. അവൻ സമ്മതിക്കുന്നില്ല. അവൻ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളാണ്. ഫോണിൽ എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് ആപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 1-2 ആഴ്ചയായിട്ടും രണ്ടാമത്തെ ഒരു ക്യാമറ ഓൾറെഡി ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ആപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
അതിൽ ഓൾറെഡി ക്യാമറ നമ്മുടെ വീടിൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ദേ ഓണായി വന്നു. അതിൽ നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫുൾ സ്ക്രീൻ ഇടുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയ്സ്റ്റിക്ക് വരും. ആ ജോയ്സ്റ്റിക്കിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് വീടിൻ്റെ മുറ്റത്ത് നമുക്ക് ഓരോ ആംഗിളിലേക്കും ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും മുകളിലേക്കും താഴേക്കും താത്താനും പൊക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. HD ക്ലാരിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തോടെ കാണാനും പറ്റുന്നത്. നിന്നെ ഇപ്പോൾ കണക്ട് ചെയ്യാൻ നീ ഒന്ന് അടങ്ങണ വിവരം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഞാനിപ്പോൾ റോട്ടിലോട്ട് ഫേസ് ചെയ്താണ് ഇത് വെച്ചിട്ടുള്ളതുകൊണ്ട് റോട്ടിലൂടെ എപ്പോഴും വണ്ടി പോകുന്നുള്ളത് കൊണ്ട് നമുക്ക് തെരുവുരാന്ന് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തു. പക്ഷേ ഞാനിത് രണ്ടാമത്തെ ക്യാമറ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഡയറക്ഷനിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും മൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഗേറ്റ് ക്രോസ് ചെയ്ത് വരുന്ന അതിൻ്റെ അകത്ത് മൂവ്മെൻറ്റ്സുകൾ കുറവായിരിക്കും, നമ്മൾ മുറ്റത്തേക്ക് കയറി വരുന്ന മൂവ്മെൻറ്റ്സുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങോട്ടുള്ള ഏരിയയിൽ ഞാൻ മൂവ്മെൻറ്റ്സ് ഓൺ ആക്കി ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് ഇതിലോട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു മൈക്കിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മൈക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ഇപ്പോൾ ഇത് നമ്മളോട് സംസാരിക്കുന്നില്ലേ, അതേ സൗണ്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് സൗണ്ട് വരും. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, എന്തിനാ വന്നേ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ അവർക്കും കേൾക്കാൻ പറ്റും, അവർ സംസാരിക്കുന്നത് നമുക്കും കേൾക്കാൻ പറ്റും. നീ എവിടെ നിൽക്കണം, നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. നീ കയറാൻ വരട്ടെ. നീ എന്തിനാ ഇവിടെ വന്നേ? നീ എന്തിനാ വന്നേ ഇവിടെ? മുട്ടയോ? ഇവിടെ മുട്ടയുടെ ആവശ്യമില്ല, ഇവിടെ മുട്ടയിടുന്ന ആൾക്കാരും ഇല്ല. അങ്ങനെ ചുമ്മാ കയറുമൊന്നും വേണ്ട, അങ്ങനെ തുറക്കുന്നൊന്നുമില്ല, വിട്ടുവെക്കോ. തുറക്കൂല. എടാ നിന്നെ ഇപ്പൊ കണക്ട് ചെയ്യുന്ന, നീ ഒന്ന് അടങ്ങ എന്റെ കൂട്ടുകാരാ. എന്നാ നീ കയറുക. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം തന്നെ നിന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഡിവൈസ് ഓൾറെഡി ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യണം നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ ക്യാമറയുടെ ഷേപ്പിലുള്ള ഫിഗർ, ആ പേര് നോക്കിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. വെയിറ്റ് ആൻഡിൽ യു ഹിയർ എ വോയിസ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ആ വോയിസ് കേട്ടു. നെക്സ്റ്റ് കൊടുക്കുക. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു, അത് നെക്സ്റ്റ് കൊടുക്കുക. QR കോഡ് വന്നു, അത് ജസ്റ്റ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തു, കണക്ട് ചെയ്തു. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഡൺ. അത് നമുക്ക് ഏത് റൂമാണ്, ഏത് കാറ്റഗറി ആണുള്ളത് നമുക്ക്, നമ്മളിപ്പോൾ ഞാനിത് ലിവിങ് റൂം, ജസ്റ്റ് ഒരു ലിവിങ് റൂം സെലക്ട് ചെയ്തു. അതല്ലെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാർ പോർച്ച് എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. കാർ പോർച്ച് അവിടെ വന്നു, നെക്സ്റ്റ് കൊടുത്തു. വീഡിയോ ക്യാം 2 നെക്സ്റ്റ് കൊടുത്തു. ലെറ്റ് സ്റ്റാർട്ട്, എഗ്രി, ഓക്കെ. ദേ അപ്പോൾ നമ്മുടെ വീഡിയോയും പെയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ് ഇതിൻ്റെ പെയറിങ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് തിരിക്കുന്നതനുസരിച്ച് ഇതെല്ലാം മൂവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ സ്പീക്കർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളതിൽ നിന്നുള്ള സൗണ്ടായിരിക്കും വരിക. ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഈ മൈക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ ആളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്ര സിമ്പിളുള്ളൂ സംഭവം. അപ്പോൾ ഞാൻ ഇത് ഒരാഴ്ച ഇത് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്. ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു പൈസയ്ക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതിനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല ക്ലാരിറ്റിയിൽ അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് കിട്ടുന്നുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, നൈറ്റ് വിഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ചൈൽഡ് സെക്യൂരിറ്റി, അങ്ങനെ മുറിയിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടൊക്കെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് അയച്ചു തരും.
അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ എനിക്ക് എൻ്റെ വീടും പരിസരമൊക്കെ കാണണം, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് ഈ സംഭവം വളരെ യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ, പുറത്ത് നിൽക്കുന്ന ആളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ അവർ പറയുന്നത് നമുക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിൽ മോഷൻ ഡിറ്റക്ഷൻ നമുക്ക് അയച്ചു തരും. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലഗ് ജസ്റ്റ് ഒരു കറണ്ട് വേണം, വൈഫൈ കണക്ഷൻ വേണം. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും നമുക്കും കാണാൻ പറ്റും. പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ ഇത് ത്രൂ ഔട്ട് റെക്കോർഡിങ് ആയിക്കോളും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് എടുക്കാൻ പറ്റില്ല. മെമ്മറി കാർഡ് എടുക്കാൻ ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ മോഷൻ ഡിറ്റക്ഷൻ ഓൺ ആണെങ്കിൽ ആളുടെ വീഡിയോ സഹിതം നമ്മുടെ ഫോണിലോട്ട് മെയിലായിട്ട് അയച്ചു തരും. അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പ്ലേ ബാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ 2 ആഴ്ച ഇത് യൂസ് ചെയ്യുന്നു. ഞാൻ കംഫർട്ടബിളാണ്, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയ വീഡിയോസായിട്ട് കാണാം. ബൈ ബൈ.